ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് എന്തുകൊണ്ടാണ് ഈ തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിന് വേദന കൂടുതൽ? വേനൽക്കാലത്ത് താരതമ്യേന കമ്മിയായിരിക്കും. പ്രത്യേകിച്ച് ഈ പ്രായം കൂടുതൽ ആളുകൾ പറയാറുണ്ട് തണുപ്പ് കാലത്ത് കയ്യും കാലും കോച്ചാണ്, അല്ലെങ്കിൽ കയ്യും കാലും ഭയങ്കര അസ്വസ്ഥതയാണ്, അവിടെ വേദന ഇവിടെ വേദന, പല വേദനകളും പറയാം. ഇതിൻ്റെ കാരണം നോക്കാൻ പോകും. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഈ തണുപ്പ് നമ്മുടെ നാട്ടിൽ അത്ര ഭീകരമായ തണുപ്പൊന്നുമില്ല. നമ്മുടെ കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുക, ദൈവത്തിൻ്റെ സ്വന്തം. അത് പറയാൻ കാരണം കേരളത്തിൽ പൊതുവെ കാലാവസ്ഥ ഒരു എത്ര തണുത്താലും ഒരു 20-നും 25-ൻ്റെ ഇടയിലൊക്കെയാണ് സാധാരണ നിൽക്കുക. 20-ന് താഴെ നിന്ന് നമ്മൾ കേരളത്തിൽ കാലാവസ്ഥ വരാറില്ല. പക്ഷേ ഉയർന്ന സ്ഥലങ്ങൾ മൂന്നാറിലൊക്കെ അങ്ങനെയൊക്കെ വരാം, അല്ല പൊതുവെ സ്ഥലങ്ങളിലൊന്നും 20 ഡിഗ്രിക്ക് താഴെ വരാറില്ല. അതിപ്പോൾ ചൂടാണെങ്കിൽ തന്നെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഒരു 1-2 മാസമുള്ള ഒരു 35-ൻ്റെ മുകളിലൊക്കെ കുറച്ച് ദിവസം നിൽക്കാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കാലാവസ്ഥ അനുകൂല, കേരളത്തിൽ അത്ര വലിയ അപകടം പിടിച്ച കാലാവസ്ഥ ഒന്നുമില്ല. പക്ഷേ ഈ തണുപ്പ് കാലം വരുമ്പോൾ കേരളത്തിൽ പലർക്കും എന്ത് ചെയ്യും, കയ്യും കാലും കോച്ച്. ഇതിനൊക്കെ പ്രധാന കാരണം നമ്മളെ മസിലുകൾ ടൈറ്റ് ആകുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മസിലുകൾ, ഇപ്പോൾ ഈ കയ്യിലൊക്കെ 100 അല്ല 1000 മസിലുകളുണ്ട്. ഈ മസിലുകൾ നമ്മുടെ കയ്യിനെ ബലത്തിൽ നിലനിർത്തുന്നത്. ഈ മസിലുകൾ എന്ത് ചെയ്യും, ഒന്ന് ടൈറ്റ് ആകും, അല്ലെങ്കിൽ ഒന്ന് സങ്കോചിക്കും. ഈ ടൈറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അത് ഇങ്ങനെ കയ്യും കാലം കിടക്കുന്ന സമയത്ത് വേദനകൾ വരാം. മറ്റൊന്നാണ് ഈ സൂര്യപ്രകാശത്തിൻ്റെ കമ്മി അനുഭവപ്പെടുന്നുണ്ട്. പൊതുവെ സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മേലിട്ട് അത്ര ചൂട് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ സൂര്യപ്രകാശത്തിന് കമ്മി വരുമ്പോൾ എന്ത് ചെയ്യും, വിറ്റാമിൻ ഡി കമ്മി വരും. നമുക്കറിയാം ഈ സൂര്യപ്രകാശത്തിനാണ് ശരീരത്തിലേക്ക് വേണ്ട വിറ്റാമിൻ ഡി എന്ന് പ്രധാനമായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ വിറ്റാമിൻ ഡി കമ്മിയാകുമ്പോൾ അത് എല്ലുകളെ ഒരു ബലക്ഷയത്തെ ബാധിക്കുകയും അതുപോലെ മസിലുകളെ ബലത്തിന് ബാധിക്കുകയും നമ്മുടെ ശരീരത്തിൽ ചെറിയ വേദന അനുഭവപ്പെടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്നാണ് ഈ തണുപ്പ് കാലത്ത് വേനൽക്കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ രക്തത്തിൻ്റെ ഓട്ടത്തിന് ഒരു കുറച്ച് കമ്മി അനുഭവപ്പെടും. രക്തത്തിൻ്റെ ഓട്ട സ്പീഡ് കുറയുന്ന താരതമ്യേന സ്പീഡ് കുറയും. അപ്പം എന്ത് ചെയ്യും, ഈ രക്തത്തിൻ്റെ ഓട്ട സ്പീഡ് കമ്മിയാകുമ്പോൾ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളിലും രക്തം കൃത്യമായിട്ട് എത്താത്തൊരവസ്ഥ വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും, ചെറിയൊരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ബോഡി പെയിൻ വരാം. അതിനൊരൊറ്റ സൊല്യൂഷൻ എന്ത് ചെയ്യും, ഈ തണുപ്പ് കാലം നല്ല രീതിയിൽ എക്സസൈസ് നല്ല എൻജോയ് നമ്മൾ കമ്പനി ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യും, ഒരു ദിവസം 1/2 മണിക്കൂർ നല്ല പവറായിട്ട് എൻജോയ് ചെയ്ത് എക്സസൈസ് ചെയ്താൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഹൃദയം രക്തത്തെ എല്ലാ ഭാഗത്തിലും പമ്പ് ചെയ്യുകയും ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും രക്തവും ഓക്സിജനൊക്കെ എത്തുമ്പോൾ നല്ല എനർജി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ മറ്റൊന്ന് ഇൻക്രീസ് ഹ്യൂമിഡിറ്റി ആണ് വളരെ സിമ്പിളാണ്. നമ്മുടെ അന്തരീക്ഷം വായുവിൽ വെള്ളത്തിൻ്റെ അംശം കൂടുക. ഈ വെള്ളത്തിൻ്റെ അംശം കൂടുമ്പോഴത്തേനും എന്ത് ചെയ്യും, ശരീരത്തിൻ്റെ ജോയിൻറ്റുകൾക്കും പല ഭാഗങ്ങൾക്കും ഒരു വേദന കൂടുക. അതായത് മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ജോയിൻറ്റുകളും മസിലൊക്കെ വെറുതെ തന്നെ വേദന വരാൻ സാധ്യത കൂടുതലുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനം, നമ്മൾ ഈ ആക്ടിവിറ്റീസൊക്കെ കമ്മിയാണ്. നമ്മൾ തണുപ്പ് കാലമാകുമ്പോൾ വീട്ടിൽ അടഞ്ഞിരിക്കും. ഇപ്പം അടഞ്ഞ മഴകളാണെങ്കിൽ എല്ലാം പുറത്തിറങ്ങൂല, വീട്ടിലിങ്ങനെ ഇരിക്കും. ഇപ്പം നമ്മൾ തമിഴന്മാരൊക്കെ ഉണ്ടല്ലോ, ചില ഊട്ടിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തണുത്തുങ്ങ് അവർക്ക് എന്ത് കോറി പിടിച്ചിരിക്കണം. ഇങ്ങനെ കോറി പിടിച്ചിരിക്കുന്ന അവസ്ഥ നമുക്ക് വന്നാലും വെറുതെ വീട്ടിൽ അടങ്ങിയിരുന്നാലും എന്ത് ചെയ്യും, ബോഡി പെയിൻ അത് വരും. അപ്പോൾ എന്ത് ചെയ്യുക, തണുപ്പ് കാലമാണ് ശരി എന്ത് ചെയ്യുക, ഒന്ന് പുറത്തിറങ്ങി നടക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീടിൻ്റെ അകത്തളങ്ങളിൽ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്താൽ എന്ത് ചെയ്യും, ശരീരവേദന വരില്ല. ശരീരത്തിൽ ഈ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ് തണുപ്പ് കാലത്ത്. അതായത് നമുക്ക് ഇപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ വേനൽക്കാലത്ത് വെറുതെ തന്നെ വേർക്കുമ്പോൾ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറേ നഷ്ടപ്പെടും. തണുപ്പ് കാലത്ത് നമുക്ക് വേർക്കുന്നില്ല. എന്താ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. ഈ വെള്ളത്തിൻ്റെ അംശം കൂടുതൽ ഈ നീർക്കെട്ട്, അതായത് വെള്ളത്തിൻ്റെ അംശം കൂടുതൽ വന്നാൽ തന്നെ എന്ത് നീർക്കെട്ട് വരും, അത് ശരീരവേദന കൂടുകയാണ് ചെയ്യുക. പിന്നെ ഈ പനി അസുഖങ്ങളൊക്കെ ഏറ്റവും കൂടുതലും വരുന്നത് നമുക്ക് എന്താണ്, മഴക്കാലത്താണ്. അതിന് കാരണം ഈ മഴക്കാലത്താണ് ഈ ബാക്ടീരിയക്കും വൈറസിനൊക്കെ അതിൻ്റെ പ്രത്യുൽപാദനം കൂടാനും അത് പെരുകാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പം മഴക്കാലത്തൊക്കെ റൂമുകളിലൊക്കെ അടഞ്ഞിരിക്കുക. ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും ഓഫീസുകളിലൊക്കെ അടഞ്ഞിരിക്കുന്ന റൂമുകളിലൊക്കെ എന്ത് ചെയ്യും, കൂടുതൽ ബാക്ടീരിയ വളരാനും അസുഖം വരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പൊതുവെ നമുക്കറിയാലോ, ഈ മഴക്കാലത്ത് കൂടുതൽ നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ അസുഖങ്ങൾ വരുന്ന കാലം, അതായത് ഈ വൈറസുകളും ബാക്ടീരിയയും പെരുകുന്ന കാലം. അപ്പം ഇങ്ങനെ പനി വന്നാലും അല്ലെങ്കിൽ ഈ ജലദോഷം വന്നാലൊക്കെ നമുക്ക് ബോഡി പെയിൻ വരാൻ സാധ്യത കൂടുതലുണ്ട്. പിന്നെ നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷി, ഒരു ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി തന്നെ എന്ത് ചെയ്യും, മഴക്കാലത്ത് ഒന്ന് സ്ലോവായി നിൽക്കും. പെട്ടെന്ന് പല അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് നമുക്കുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ വീട്ടിലിങ്ങനെ അടഞ്ഞുകൂടിയിരിക്കുക. നമ്മൾ വേനൽക്കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കും, തോട്ടിലൂടെയും പറമ്പിലൂടെയും അല്ലെങ്കിൽ ആ ടൗണിലൂടെ ഏത് ഭാഗത്ത് നമ്മൾ എത്തിപ്പെടും.
പക്ഷെ മഴക്കാലത്ത് പൊതുവെ നമ്മളെ യാത്രകൾ കമ്മിയായിരിക്കും, എക്സസൈസ് കമ്മിയായിരിക്കും, നമ്മളെ ബോഡിക്ക് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഇരിക്കരുത്. ഇങ്ങനെ ഇരുന്നാലും നമുക്ക് ബോഡി പെയിന് വരാം. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ തണുപ്പ് കാലത്ത് ഈ അതിനനുസരിച്ച് ഡ്രസ്സ്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരിക്കൽ രാജസ്ഥാനിൽ പോയി. രാജസ്ഥാൻ കാലം നല്ല ചൂടാണ്, പക്ഷെ രാജസ്ഥാനിൽ വേറെ പ്രത്യേകത ഉണ്ട്. തണുപ്പ് കാലം വന്നാൽ ഭയങ്കര തണുപ്പാണ് അവിടെ. ഡിസംബർ അതിൻ്റെ ഓർമ്മ, ഏത് മാസം ഞാൻ ചെന്ന സമയത്ത് ഞാൻ 2-3 ദിവസമാണ് എനിക്ക് ബിസിനസ് പർപ്പസാണ് നിൽക്കേണ്ടി വന്നു. അപ്പം ഞാൻ സാധാ ഷൂടാറുണ്ട്. അന്ന് ഞാൻ ഷൂടാതെ പോയത്, സാധാ ചെരുപ്പിട്ടിട്ടാണ് പോയത്. ഒരു വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് പോയി. പക്ഷെ ഇറങ്ങിയിട്ട് ഒരു ദിവസം ഇറങ്ങി നടന്നപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 2-ാം ദിവസം എൻ്റെ കാലൊക്കെ പൊട്ടിപ്പോയി എന്നല്ല, കൈയും കാലൊക്കെ ഭയങ്കര വേദന. അപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ ഒരു മലയാളിയോട് പറഞ്ഞു, ഈ തണുപ്പ് കാലത്ത് ഒരു കാരണവശാലും ഇവിടെ എന്ത് ചെയ്യുക, നല്ല സോക്സും ഷൂട്ട് ഇട്ട് വരണം, പിന്നെ നല്ല ജീൻസ് ഇട്ട് വരണം എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് മനസ്സിലായി എന്ത് ചെയ്യുക, ഈ തണുപ്പ് കാലമാകുമ്പോൾ എന്ത് ചെയ്യുക, തണുപ്പിനനുസരിച്ച് ചില ഡ്രസ്സുകൾ നമ്മൾ വെയർ ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് അത്ര എക്സ്പീരിയൻസ് അല്ലല്ലോ. യൂറോപ്യൻ നാടുകളിലൊക്കെ നേരെ തിരിച്ചു, അവർ തണുപ്പ് കാലത്ത് സെപ്പറേറ്റ് ഡ്രസ്സുകൾ അവർക്ക് ഉണ്ടാവും, വേനൽക്കാലത്ത് സെപ്പറേറ്റ് ഡ്രസ്സുകൾ. നമുക്ക് കേരള ഗോഡ് സോൺ കൺട്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ പ്രത്യേകിച്ച് വയസ്സന്മാരുടെ ആളുകൾ എന്ത് ചെയ്യുക, തണുപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നല്ല സോക്സ് ഇടുക, നല്ല ഷൂ ഇടുക, അതുപോലെ തന്നെ തണുപ്പിനെ പ്രതിരോധിക്കുന്ന ഡ്രസ്സുകൾ ഉപയോഗിക്കുക. ഒന്നിത്തരുള്ളൂ, തണുപ്പ് ബോഡിക്ക് അത്ര നല്ലതല്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ചൂടാ തണുപ്പ് ചോദിക്കും മറ്റേ അന്തരീക്ഷത്തിൽ. തണുപ്പ് ഈ ചൂടാകുമ്പോൾ നമുക്ക് എത്രയും ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യുക, പിടിച്ച് നിൽക്കാൻ കഴിയും, വലിയ കുഴപ്പമൊന്നും വരില്ല. കുറച്ചൊരു അസ്വസ്ഥ. തണുപ്പങ്ങനല്ല. തണുപ്പിന് മനുഷ്യൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ശരീരം മരവിക്കാനും പല പ്രശ്നങ്ങളും വരും. അപ്പം എന്ത് ചെയ്യാം, തണുപ്പ് കാലം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തണുപ്പിന് സ്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെ വയസ്സന്മാരൊക്കെ ഇവിടെ എന്ത് ചെയ്യുക, അത് തണുപ്പ് കാലത്ത് വേണ്ട സോക്സുകളോ അതുപോലെ തന്നെ ഈ ലേഡീസൊക്കെ ആണെങ്കിൽ ലെഗിൻസ്, തണുത്ത് നല്ല കട്ടിയുള്ള ലെഗിൻസ് വാങ്ങി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുക. പിന്നെ കഴിയുന്നതും മഴ കൊള്ളാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, തണുപ്പ് സമയത്ത് എന്ത് ചെയ്യുക, വലിയ തണുപ്പുള്ള കുളങ്ങളിലോ ഒന്നും കുളിക്കാത്തൊരവസ്ഥയിലേക്ക് മാറുക. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഏകദേശം ധാരണ മനസ്സിലായിട്ടുണ്ടായിരിക്കും. മറ്റൊരു ഉദാഹരണം പറയാം. നമ്മൾ ചില സമയത്ത് നമ്മൾ ശരീരത്തിലൊക്കെ നീർക്കെട്ട് വന്നാൽ നല്ല ബോഡി ചൂടാക്കലുണ്ട്, നനഞ്ഞ മുണ്ടൊക്കെ നല്ല ചൂടാക്കി വെക്കാറ്. ഇതിൻ്റെ സയൻസ് എന്ന് വെച്ചാൽ ബോഡി പെയിൻ വരുന്ന സമയത്ത് അവിടെ നീർക്കെട്ട് വരുന്ന സമയത്ത് ഇത് ചൂടാക്കുന്നതോടുകൂടി ആ നീർക്കെട്ട് മാറുകയും മസിലുകളൊക്കെ ലൂസാവുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഈ വെള്ളം ചൂടാക്കുന്നതിലുള്ള സയൻസ്. വെള്ളം ചൂടാക്കി നമ്മൾ ശരീരത്തിൽ വെക്കുന്നതിലുള്ള സയൻസ് ഇതാ. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ തണുപ്പ് കാലത്ത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലെ മസിലുകളൊന്നും ചുരുങ്ങും. ഈ മസിൽ ചുരുങ്ങുന്ന സമയത്ത് നമുക്ക് ബോഡി പെയിൻ അനുഭവപ്പെടും. അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്താണ്, തണുപ്പ് കാലത്തിന് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സുകളും അതിനായിട്ടുള്ള വേഷങ്ങളും ഇടായിരുന്നു നല്ലത്. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.